ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഈ ഹെഡ്ലൈറ്റ് യൂണിറ്റ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ പക്ഷേ ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇതിൻ്റെ ആകപ്പാട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. വാഷ് ചെയ്യുന്നൊക്കെ സമയത്ത് നമ്മൾ ചില സമയത്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, ടെക്നോളജി കൂടുന്ന സമയത്ത് പ്രശ്നങ്ങൾ കൂടും, ടെക്നോളജി കുറയുന്ന സമയത്ത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. സൈഡിലോട്ട് വരുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നുമേ, ഇതിന് ടച്ച് സ്ക്രീൻ വരുന്നുണ്ടോ? ഇല്ല, ഇതിൽ ടച്ച് സ്ക്രീൻ വരത്തില്ല. ഓട്ടോ AC ഈ ഒരു മോഡലിന് വരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതുപോലത്തെ വാഹനങ്ങൾ വാങ്ങിച്ചേച്ചും സീറ്റ് കവർ പുറത്തുനിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്നൊക്കെ ഫിറ്റ് ചെയ്യും. അങ്ങനെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്നൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്നും നമുക്ക് രണ്ട് ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഗ്ലാസ് താഴെ നോക്കാം. ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് MG. ഇന്നിപ്പോൾ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഫാമിലി കാറാണ്. അതായത് കണ്ണും പൂട്ടി നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ഫാമിലി കാർ, അതായത് വാഗണാറിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. 1999 അതായത് 1999 ഈ ഒരു വാഹനം ലോഞ്ച് ആകുന്നത്. അതായത് അന്ന് തൊട്ട് ഇന്ന് വരെ ഏകദേശം 26 വർഷമാണ് ഈ ഒരു വാഹനത്തിൻ്റെ യാത്ര ഇങ്ങനെ നടക്കുന്നത്. 3 ജനറേഷൻ അപ്ഡേറ്റുകൾ വന്നിട്ടുണ്ട്, അതിൻ്റെയും ഫേസ് ലിഫ്റ്റുകളാണ് വന്നിരിക്കുന്നത്. അതിൽ ഏറ്റവും പുതിയ വാഹനം 2025 വാഹനമാണ് ഇന്നിപ്പം എൻ്റെ കൂട്ടത്തിലുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷം, അതിൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളും എന്തൊക്കെയാണ് ഇതിനെ സ്പെഷ്യലാക്കുന്നത്, ഇതിന് ഒരുപാട് അഡ്വാൻസ്ഡ് ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ MG എക്സ്പ്ലോർ. ആദ്യം തന്നെ ഇതിന് ഏതൊക്കെ വേരിയൻസ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. LXi, VXi, ZXi, ZXi പ്ലസ് 4 വേരിയൻസ് ആണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ LXi എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസ് മോഡലാണ്, VXi എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മിഡിൽ വേരിയൻ്റ് ആണ്. പക്ഷേ ഞാൻ ഇതിൽ ഏത് സജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഇപ്പം എൻ്റെ കൂട്ടത്തിലുള്ള ZXi എന്ന് പറയുന്ന വാഹനമാണ്, അതായത് ഏറ്റവും ടോപ്പിൻ്റെ തൊട്ട് താഴെയുള്ള മോഡലാണ് ഇപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള. ഇതിൽ കുറച്ച് അഡീഷണൽ ഫിറ്റ്മെൻറ്റ്സും കൂടെ ഉണ്ട്, അത് ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. ഏതായാലും ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ ഏറ്റവും പുതിയ മോഡൽ, അതായത് 2019 ശേഷം പിന്നെ വേറെ വലിയ കാര്യമായിട്ടുള്ളൊരു അപ്ഡേറ്റ് നമുക്കിവിടെ പറയാനില്ല. കാരണം ഗ്രില്ലും കാര്യങ്ങളൊക്കെ സെയിം ആണ്, അതിൻ്റെ സുസുക്കിയുടെ ലോഗോയും സെയിം ആണ്. താഴോട്ട് വരുമ്പോൾ ഒരു എയർ ഡാമും കാര്യങ്ങളൊക്കെ കാണുന്നതിൽ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഹെഡ്ലൈറ്റ് യൂണിറ്റ്, ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഈ ഹെഡ്ലൈറ്റ് യൂണിറ്റ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോഴും ഹാലജൻ ബൾബ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിൽ 2 ഉണ്ട് കാര്യം. ഒന്ന്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, കാരണം എന്തെങ്കിലും രീതിക്ക് നമുക്കിത് റീപ്ലേസ് ചെയ്യേണ്ടി വന്നാലും വലിയ റേറ്റ് വരുന്നില്ല. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇഷ്ടമുള്ള LED ബൾബ്, അതായത് നല്ല വെട്ടം കൂടി LED ബൾബ് ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ ഇവിടെ വരുന്നുണ്ട്, അതും ഹാലജൻ തന്നെയാണ് വരുന്നത്. തൊട്ട് താഴെ ഫോഗ് ലാമ്പ് അസംബ്ലി വരുന്നുണ്ട്. പക്ഷേ ഈ വാഹനത്തിന്, അതായത് ZXi വാഹനത്തിന് ഫോഗ് ലാമ്പ് വരുന്നില്ല, നമ്മൾ അഡീഷണൽ ഫിറ്റ്മെൻറ്റ് ചെയ്യുന്നതാണ്. അങ്ങനെ അതും ഒരു ഹാലജൻ ഫോഗ് ലാമ്പാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതും വേണമെങ്കിൽ നമുക്ക് മാറ്റി LED ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. ഫ്രണ്ടിൽ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കാണുന്നത്. ഇനി നമുക്ക് സൈഡിലത്തെ വിശേഷം ഒന്ന് നോക്കിയാൽ, ടയറിൻ്റെ സൈസ് വരുന്നത് 165 70 14 ആണ് വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ഇതൊരു ZXi വേരിയൻ്റ് ആണ്. LXi വേരിയൻ്റ് മാത്രം 13 ഇഞ്ച്, അതായത് 13 ഇഞ്ചിൻ്റെ ടയറാണ് വരുന്നത്. ഇവിടെ ഒരു 14 ഇഞ്ചിൻ്റെ ടയറാണ് വരുന്നത്. ഇവിടെ ഫെൻഡറിലാണ് ഇൻഡിക്കേറ്റർ വരുന്നത്. ZXi പ്ലസ് വരുന്ന സമയത്ത് ഫെൻഡറിൽ ഇൻഡിക്കേറ്റർ വരത്തില്ല, അത് മിററിലോട്ട് കയറുന്നതായിരിക്കും. ഇവിടെ മിറർ ഫോൾഡിങ്ങും അവൈലബിൾ അല്ല, മിററിൽ ഇൻഡിക്കേറ്ററും അവൈലബിൾ അല്ല. ZXi പ്ലസും വേരിയൻറ്റ് വരുന്ന സമയത്ത് ഈ ഒരു കാര്യം കൂടെ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ബാക്കി സൈഡെല്ലാം സെയിം തന്നെയാണ്. ഡോറിൻ്റെ ബീഡിംഗ് ഒക്കെ ഇത് നമ്മൾ അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽ കുറച്ച് ഓൾഡ് സ്കൂൾ ആണെന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ കുഴപ്പമില്ല, ഈ ഒരു വാഗണാറിന് ഇത് ഓക്കെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ലോക്ക് ആൻഡ് അൺലോക്ക് നമുക്കിവിടെ മാനുവലായിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കീ സിലിണ്ടറും കൊടുത്തിട്ടുണ്ട്. ബാക്കിലോട്ട് പോകുന്ന സമയത്ത് ഈ ഡോർ ഹാൻഡിലും കാണാൻ സാധിക്കും. ഏതായാലും റൂഫ് റെയിൽസോ കാര്യങ്ങളോ ഒന്നും നമുക്കിവിടെ അവൈലബിൾ അല്ല. റെയിൻ ഗാർഡ് എല്ലാം നമ്മൾ അഡീഷണൽ ഫിറ്റ് ചെയ്യുന്നതാണ്. മേളിൽ നമുക്കൊരു റൂഫ് ആൻറ്റിന കാണാൻ സാധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഈ സൈഡിലോട്ട് വരുമ്പോൾ ഈ ഒരു ഡിസൈനിലെല്ലാം സെയിം എലമെൻറ്റ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്ന, വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ഇത് കാണാൻ നല്ല രസമുണ്ട്. ഇതിൻ്റെ ആകപ്പാട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. വാഷ് ചെയ്യുന്നൊക്കെ സമയത്ത് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ചെറിയ ഡാഷ്ബോർഡ് പോളിഷ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനത്തെ പോളിഷ് ഒന്ന് ഇട്ട് വിടുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക് വെയിലടിച്ച് ഇത് ഗ്രേ ആയി പോകാൻ വേണ്ടി, അല്ലെങ്കിൽ നരയ്ക്കാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. ഇത് മാത്രമല്ല, ഗ്രില്ലിൻ്റെ കാര്യം ഞാൻ ഈ പറഞ്ഞാൽ നിങ്ങളൊന്ന് മനസ്സിൽ വെച്ചേക്കണം. കൃത്യമായിട്ട് ചെയ്തു പോവുകയാണെങ്കിൽ നല്ലതാണ്. ഇതിന് ഫ്രണ്ടിലെ ബ്രേക്ക് ഡിസ്ക്കാണ് വരുന്നത്, ബാക്കിൽ ബ്രേക്ക് ഡ്രമ്മാണ് വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഈ ബാക്കിലത്തെ പോർഷനിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഇത്രയും വലിയൊരു ടെയിൽ ലൈറ്റ് യൂണിറ്റ് കാണാൻ സാധിക്കും. ബ്രേക്ക്, ഇൻഡിക്കേറ്റർ, ബ്രേക്കും പാർക്കും ഇൻഡിക്കേറ്ററും റിവേഴ്സ് ബൾബുമാണ് വരുന്നത്. നമുക്ക് ഈ ഒരു ഒറ്റ യൂണിറ്റ് എല്ലാം ഹാലജൻ ബൾബ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ ഡീഫോക്കസ് ഇവിടെ മിസ്സിംഗ് ആണ്. ഡീഫോക്കസ് ഏറ്റവും ടോപ്പ് വേരിയൻറ്റിലും കൊടുക്കുന്നില്ല. ലാഭം നോക്കിയത് തന്നെയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ഒരു ഹൈ മൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കാണാൻ സാധിക്കും. വാഗണാർ എന്നുള്ളൊരു എഴുത്ത് നമുക്ക് ഈ ഒരു ക്രോം എലമെൻറ്റിനകത്താണ് വരുന്നത്. അതുപോലെ തന്നെ ഒരു സുസുക്കി ലോഗോ ഇവിടെ കാണാൻ സാധിക്കും. ബാക്കിലെ 2 പാർക്കിംഗ് സെൻസേഴ്സ് കാണാൻ സാധിക്കും. ഇതൊരു അഡീഷണൽ ഫിറ്റ്മെൻ്റ് ആണ്. അതായത് ഈ വാഹനത്തിൻ്റെ ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആണെങ്കിൽ പോലും, അതായത് ZXi പ്ലസ് ആണെങ്കിൽ പോലും നമുക്കൊരു റിവേഴ്സ് ക്യാമറ കിട്ടത്തില്ല. ഇത് അഡീഷണൽ ആയിട്ട് നമ്മൾ ഫിറ്റ് ചെയ്യുന്നതാണ്. മാരുതിയുടെ ജെനുവിൻ ക്യാമറയാണ് വരുന്നത്. പക്ഷേ ഞാൻ ഇതിനോട് അത്രയും വലിയൊരു യോജിപ്പ് പറയത്തില്ല. അത്രയും ഒരു ഓക്കെ ക്ലാരിറ്റി ഇല്ല, ഒരു ജസ്റ്റ് ആവറേജ് ക്ലാരിറ്റി മാത്രം ഈ ഒരു അഡീഷണൽ ക്യാമറയ്ക്ക് കിട്ടുന്നുള്ളൂ. അതുപോലെ തന്നെ താഴത്തെ ഈ ഒരു പോർഷൻ,
നല്ല രസമുണ്ട് കാണാൻ. ഇത് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് വരുന്ന സമയത്ത് ബ്ലാക്ക് ആണ് വരുന്നത്. ഒരു സ്കിഡ് പ്ലേറ്റിൻ്റെ ഒരു ചെറിയ ഫീൽ നമുക്ക് കിട്ടത്തക്ക രീതിയിലാണ് ഈ ഒരു പോർഷൻ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ബ്ലാക്ക് ആക്കി കഴിഞ്ഞാൽ ഒരു ടോപ്പ് വേരിയൻ്റ് ആണെന്നുള്ളത് തന്നെ എല്ലാവരും വിചാരിക്കുന്നുള്ളൂ. ഒരു ടോപ്പ് വേരിയൻ്റ് ആയിട്ട് വ്യത്യാസം എന്ന് പറയാൻ, അതായത് ഏറ്റവും ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള വ്യത്യാസം റിയർ വൈപ്പർ, പിന്നെ ഞാൻ പറഞ്ഞ പോലെ മിററിൻ്റെ കേസ്, 7 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമുക്ക് കിട്ടുന്നത്. ഇത്രയും ചെറിയ കാര്യങ്ങളുടെ വ്യത്യാസമാണ് മെയിനായിട്ടൊരു ZXi പ്ലസ് എടുക്കുകയാണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്നത്. പിന്നെ ഫോഗ് ലാമ്പിൻ്റെ കേസും വരുന്നുണ്ട്. തൊട്ട് താഴെയായിട്ട് ബൂട്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയുള്ള നമുക്കൊരു ഹാൻഡിൽ പോലെ തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ഒരു മാനുവൽ ടൈപ്പ് തന്നെയാണ് നമുക്കിവിടെ കിട്ടുന്നത്. 341 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് നമുക്ക് ഈ ഒരു മോഡലിൽ കിട്ടുന്നത്. ഈ ഒരു പാർസൽ ട്രേ ഏറ്റവും ടോപ്പ് വേരിയൻ്റ്, അതായത് ZXi പ്ലസിന് മാത്രം അവൈലബിൾ ആയിട്ടുള്ളൂ. പക്ഷേ ഇതൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇവിടെ ഒരു 60-40 സ്പ്ലിറ്റ് സീറ്റും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം. അതായത് നമുക്ക് എന്തെങ്കിലും രീതിക്ക് സാധനം കൂടുതൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇതങ്ങ് മറച്ചിട്ട് കഴിഞ്ഞാൽ അത്രയും കൂടെ ഏരിയ നമുക്കിവിടെ കൂടുതൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ലോഡിംഗ് ലിപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഹൈറ്റ്, നമുക്ക് ഇവിടുന്ന് ഒരു സാധനം എടുത്ത് കയറ്റി വെക്കാൻ വേണ്ടിയുള്ള ഈ ഒരു ഹൈറ്റ് കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് വരാനുള്ള ചാൻസസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സ്പെയർ വീൽ വരുന്നത് 165/70/14 അതായത് സെയിം സൈസ് തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ടയർ റൊട്ടേഷൻ ചെയ്യുമ്പോൾ അവിടെ നമുക്കൊരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. 4 ടയറല്ല 5 ടയർ ഒന്ന് റൊട്ടേഷൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മുടെ ബാക്കിലത്തെ വിശേഷം വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ വൈപ്പർ വരുന്നില്ല. ZXi പ്ലസ് വേരിയൻറ്റിന് ഇവിടെ വൈപ്പറും കൂടെ നമുക്ക് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഏതെങ്കിലും വാഹനത്തിനകത്തോട്ട് കയറിയിട്ട് വാഹനത്തിനകത്തെ വിശേഷങ്ങൾ പറയാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഇതുപോലൊരു സ്പോയിലർ നമുക്ക് അഡീഷണൽ ഫിറ്റ്മെൻ്റ് ആണ്. ഇതും നമുക്ക് മാരുതി ജെന്യുവനായിട്ട് തന്നെ കിട്ടുന്നതാണ്. നമുക്ക് പെയിൻറ്റ് ചെയ്ത്, അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ബോഡി കളേർഡ് തന്നെ നമുക്ക് സ്പോയിലർ വെക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുപോലൊരു സ്പോയിലറൊക്കെ വരുമ്പോഴത്തേക്കും വാഹനത്തിൻ്റെ ലുക്ക് നല്ല രീതിക്ക് മാറ്റം വരുന്നതായിരിക്കും. ഇനി നമുക്ക് വാഹനത്തിനകത്തോട്ടൊന്ന് കയറാം. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ ഡോർ പാഡ് തൊട്ട് തുടങ്ങാം. ഡോർ പാഡ് നോക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ മിറർ അഡ്ജസ്റ്റിങ്, അതായത് നമ്മുടെ റൈറ്റ് ലെഫ്റ്റ് മിറർ അഡ്ജസ്റ്റ് ചെയ്യാമെന്നുള്ളത്, ലോക്ക് അൺലോക്ക്, നമ്മുടെ വാഹനത്തിൻ്റെ ഡോർ ഗ്ലാസുകൾ ലോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ ലോക്ക് ചെയ്യാം. ഡ്രൈവർ സൈഡ് മാത്രം 1 ടച്ച് ഡൗൺ നമുക്ക് കിട്ടുന്നുണ്ട്. 1 ടച്ച് അപ്പ് ഇല്ല, 1 ടച്ച് ഡൗൺ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം മാനുവലായിട്ട് തന്നെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ താഴും, മേലോട്ട് പൊക്കിയാൽ പൊങ്ങും. ആ രീതിയാണ്. ഇവിടെ നമുക്ക് ഡോർ ക്ലോസ് ചെയ്യാൻ വേണ്ടി ഒരു ഹാൻഡിൽ കാണാം. അഥവാ ഒരു ചെറിയൊരു പോക്കറ്റ് എന്ന് പറയാം. ഒരു 1 ലിറ്ററിൻ്റെ ബോട്ടിലൊക്കെ കൊള്ളും. അത്യാവശ്യം ചെറിയൊരു ഏരിയയും ഈ ഒരു പോർഷനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വണ്ടി കൊള്ളാമെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, വാ നമുക്ക് തിരിച്ച് നമ്മുടെ കാര്യത്തിലോട്ട് വരാം. അതുപോലെ തന്നെ വാഹനത്തിനകത്തോട്ട് കയറുന്ന സമയത്ത് വലിയ കാര്യമായിട്ട് ഒരു മാറ്റവും ഇല്ല. പക്ഷേ ഉള്ളതൊക്കെ അത് വേറൊന്നും കൊണ്ട് പറയുന്നതല്ല. നമ്മൾ ചില സമയത്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടായിരിക്കും, ടെക്നോളജി കൂടുന്ന സമയത്ത് പ്രശ്നങ്ങൾ കൂടും, ടെക്നോളജി കുറയുന്ന സമയത്ത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. ആ ഒരു രീതിയിൽ കുറേ കൂടെയൊക്കെ ടെക്നോളജികൾ കുറച്ച് തന്നെയാണ് ഈ വാഹനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറച്ച് കുറവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു മാർക്കറ്റ് വാല്യൂ ഒട്ടും തന്നെ കുറയത്തില്ല. അതായത് മാരുതി എന്ന് പറയുന്നൊരു വാഹനത്തിലുള്ള ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ ഒരു വാല്യൂ ഉണ്ട്. അത് അവരെപ്പോഴും കീപ്പ് ചെയ്യുന്നുണ്ട്. ഏതായാലും വാഹനത്തിലോട്ട് കയറി കഴിഞ്ഞാൽ ആദ്യം തന്നെ നമുക്കിവിടെ ഒരു AC വെൻറ്റ് കാണാൻ സാധിക്കും. തൊട്ട് താഴെയായിട്ട് ഓട്ടോ സ്റ്റാർട്ട് സ്റ്റോപ്പിൻ്റെ സ്വിച്ച്, അതായത് അത് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഓഫ് ചെയ്യാനുള്ള സ്വിച്ച് കാണാം. ഫോഗ് ലാമ്പിൻ്റെ സ്വിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊരു അഡീഷണൽ ഫിറ്റ്മെൻ്റ് ആണെങ്കിൽ പോലും കമ്പനി ജെന്യുവിൻ ഫിറ്റ്മെൻ്റ് ആണ് വരുന്നത്. വേറൊന്നുമല്ല, കമ്പനി കാശ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. നമുക്ക് അഡീഷണൽ ആയിട്ട് അത് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പൈസയും കൂടെ കമ്പനിക്ക് കിട്ടും. അപ്പോൾ ആ ഒരു രീതിക്കുള്ളൊരു ഫിറ്റ്മെൻ്റ് ആണ് നമ്മളിവിടെ കാണുന്നത്. ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ച് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹെഡ് ലൈറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ച് നമുക്കിവിടെ കാണാം. ഒരു സ്റ്റിയറിംഗ് വീൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതിനകത്ത് തന്നെ നമ്മുടെ ഓഡിയോ കൺട്രോൾസും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. മീഡിയയുടെ കൺട്രോൾസ് എല്ലാം ഇവിടെ വരുന്നുണ്ട്. ഫോണിൻ്റെ കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെയും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മീറ്റർ കൺസോൾ കാണാൻ സാധിക്കും. ഇതൊരു ZXi വാഹനത്തിൻ്റെ മീറ്റർ കൺസോളാണ് കാണുന്നത്. പക്ഷേ ZXi പ്ലസിലോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ വരുന്നൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ടാക്കോമീറ്ററും ബാക്കിയുള്ളതെല്ലാം ഡിജിറ്റൽ ആകുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഡിജിറ്റലാണ്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എന്നാലും താഴെ വലിയ കാര്യമായിട്ടുള്ള സംഭവമൊന്നും ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. മറ്റത് കുറച്ചുകൂടെ കാണാൻ ഭംഗിയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ZXi പ്ലസിലോട്ട് വരുന്ന സമയത്ത്. ബാക്കി ആസിറ്റീസ് എല്ലാം സെയിം ആണ്. സൈഡിലോട്ട് വരുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നുമേ, ഇതിന് ടച്ച് സ്ക്രീൻ വരുന്നുണ്ടോ? ഇല്ല, ഇതിൽ ടച്ച് സ്ക്രീൻ വരത്തില്ല. പക്ഷേ കമ്പനി ഇൻബിൽറ്റ് ZXiക്ക് വരുന്ന അതേ സെയിം മോഡലാണ് ഈ ഒരു വാഹനത്തിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഇത് ഫുൾ വർക്കിംഗ് ആണ്. ചില കാര്യങ്ങൾ മാത്രം ഇതിനകത്ത് നമുക്ക് കിട്ടത്തില്ലെന്നേ ഉള്ളൂ. ചില കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ക്യാൻ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതും കൂടെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്നും കൂടെ ഞാൻ നോക്കുന്നുണ്ട്. അതും സെറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പം ആലോചിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ട്രൈ ചെയ്യുന്നുണ്ട്. നടക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അതൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. കാരണം നിങ്ങളെപ്പോലുള്ള ആർക്കെങ്കിലും ഇത് അപ്ഡേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, നമ്മൾ ബാക്കിലത്തെ സീറ്റ് ബെൽറ്റ് യൂസ് ചെയ്യുന്നുണ്ടോ, എത്ര പേര് സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, ബാക്കിലത്തെ 3 പേര് ഇട്ടിട്ടുണ്ടോ എന്നൊക്കെയുള്ള വളരെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ ആവറേജ് ഫ്യൂൽ എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ നമുക്കിവിടെ അറിയാൻ പറ്റും.
പിന്നെ നമ്മളൊന്ന് ഈ ബട്ടൺ ഒന്നുകൂടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റേഞ്ച് എത്രയാണെന്ന് കാണിക്കാം. ഫ്യൂല് കുറവായതുകൊണ്ടാണ് റേഞ്ച് കാണിക്കാത്തത്. ഈ വാഹനം ആകപ്പാടെ ഓടിയിരിക്കുന്ന 1240 കിലോമീറ്റർ ആണ്. ട്രിപ്പ് എ ട്രിപ്പ് ബി രണ്ടും കൊടുത്തിട്ടുണ്ട്. കിലോമീറ്റർ പെർ ലിറ്റർ എന്ന് കൊടുത്തിരിക്കുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഫ്യൂൽ എഫിഷ്യൻസി അഥവാ മൈലേജ് അറിയാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എനിക്ക് താഴെ കാണുമ്പോൾ ഏറ്റവും, അതായത് ഈ ഒരു കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും ഏറ്റവും ടോപ്പ് വേരിയൻ്റ് വാഹനത്തിൽ ഇതുപോലെ തന്നെയാണ് വരുന്നത്, വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല. അതായത് ഓട്ടോ AC ഈ ഒരു മോഡലിന് വരുന്നില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ്. അഥവാ നമുക്ക് മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ, അതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ വലിയ കംപ്ലയിൻറ്റോ ഇലക്ട്രിക് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റ് വരുമെന്ന് പേടിക്കേണ്ട, അതൊരു പോസിറ്റീവ് സൈഡാണ്. അത് കഴിഞ്ഞ് തൊട്ട് താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് USB കാണാൻ സാധിക്കും, അതിൻ്റെ ഒരു ഓക്സിലറി കേബിളും കാണാൻ സാധിക്കും. ഇപ്പോഴും A ടൈപ്പ് ആയിട്ടൊക്കെ തന്നെയാണ് ഓടുന്നത്, പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു 12 വോൾട്ട് 180 വാട്ട്സിൻ്റെ ഔട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് യൂണിറ്റ് കാണാം. ഒരു 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഒരു വാഹനം നമുക്ക് 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും 5 സ്പീഡ് AMT ട്രാൻസ്മിഷൻ അവൈലബിൾ ആണ്. AMT അഥവാ ഏജസ് ട്രാൻസ്മിഷൻ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ തൊട്ട് താഴോട്ട് വരുമ്പോൾ നമുക്കൊരു ചെറിയ പോക്കറ്റ് യൂണിറ്റ് കാണാം. ഇവിടെ സൈഡിൽ കീയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കാം. കീ വെക്കാൻ പറ്റത്തില്ല, കാരണം ഇതിൻ്റെ കീ നമുക്കറിയാമല്ലോ. വേറെ എന്തെങ്കിലുമൊക്കെ ചെറിയ പോർഷൻസ് ഒക്കെ വെക്കാനും നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. ആംറസ്റ്റ് ഇല്ല. സീറ്റ് കവേഴ്സ് എല്ലാം കമ്പനി ജെന്യുവിൻ സീറ്റ് കവേഴ്സാണ്, അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ ഒരു സീറ്റ് കവർ കാണുമ്പോൾ പലർക്കും ഒരു സംശയം തോന്നി, ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്. ഇതാണ് ശരിക്കും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്ന സീറ്റ് കവർ. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എയർ ബാഗ് വരുന്നുണ്ട്. ഈ ഒരു മോഡലിൻ്റെ ഏറ്റവും വലിയൊരു അപ്ഡേറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിലൊരു 6 എയർ ബാഗ് വരുന്ന മോഡലാണ്. അതായത് വാഗണാറിലൊക്കെ നേരത്തെ വന്നുകൊണ്ടിരുന്ന 2 എയർ ബാഗ് ആണ്, ഇപ്പം 6 എയർ ബാഗ് മാൻഡേറ്ററി ആക്കിയതുകൊണ്ട് 6 എയർ ബാഗ്സ് ഇവിടെ വരുന്നുണ്ട്. അതായത് സ്റ്റിയറിംഗ് വരുന്നുണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഈ ഒരു പോർഷനിൽ എയർ ബാഗ് വരുന്നുണ്ട്, 2 സീറ്റേൽ എയർ ബാഗ് വരുന്നുണ്ട്, കർട്ടൻ എയർ ബാഗ്സും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കണ്ടോ, ഈ സൈഡിൽ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര എയർ ബാഗ് 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ സീറ്റ് കവർ ഇങ്ങനെ ഇരിക്കുന്നത്. ഏതെങ്കിലും രീതിക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് ഇവിടുന്ന് എയർ ബാഗ് ബേസ്റ്റ് ചെയ്ത് പുറത്തോട്ട് വരുന്ന സമയത്ത് സീറ്റ് കവർ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. പലരും ചെയ്യുന്നൊരു കാര്യമാണ്, ഇതുപോലത്തെ വാഹനങ്ങൾ വാങ്ങിച്ചേച്ചും സീറ്റ് കവർ പുറത്തുനിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്നൊക്കെ ഫിറ്റ് ചെയ്യും. അങ്ങനെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്നൊരു കുഴപ്പം എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ, അതായത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് എയർ ബാഗ് പൊട്ടില്ല. ആക്സിഡൻറ്റിൻ്റെ വ്യാപ്തി അഥവാ ഡെപ്ത് ഭയങ്കരമായിട്ട് കൂടുതലുണ്ടാകുന്നതായിരിക്കും. ഇത് എപ്പോഴാണ് സീറ്റിൽ എയർ ബാഗ് പൊട്ടുന്നതെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ എപ്പോഴാണ് ഈ ഒരു സംഭവം നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഡോറിലൊരു ഇമ്പാക്റ്റ് വരുന്ന സമയത്ത്, നമ്മുടെ ഡ്രൈവർ സൈഡിലെ ഡോറും ഡ്രൈവർ സൈഡിലെ ഡോറും, അതായത് ഡ്രൈവർ സൈഡിലെ ഡോറിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് വരുമ്പോൾ അതിനകത്തൊരു ഇമ്പാക്റ്റ് സെൻസർ ഉണ്ട്. അതായത് ഒരു ഹിറ്റ് വന്ന് കഴിയുമ്പോഴത്തേക്കും ആ ഡോറിനകത്തുള്ള സെൻസർ സെൻസ് ചെയ്തിട്ടാണ് ഈ ഒരു എയർ ബാഗിനെ പൊട്ടിക്കുന്നത്. അപ്പം ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ സൈഡിൽ ഇരിക്കുന്ന ഒരു ഡ്രൈവർക്ക് വേറെ പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. ഈ ഒരു സൈഡും കർട്ടൻ എയർ ബാഗും കൂടെ വരുമ്പോഴത്തേക്കും അദ്ദേഹം ഫുള്ളി സെക്യൂർഡ് ആയിരിക്കും. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ ഹെഡ്ലൈറ്റിൻ്റെ നോബാണ് വരുന്നത്. നമുക്ക് പാർക്ക് ഓൺ ആക്കാം, ഹെഡ്ലൈറ്റ് ഓൺ ആക്കാം, ഇൻഡിക്കേറ്റേഴ്സും ഇടാൻ സാധിക്കും. അതുപോലെ തന്നെ തൊട്ട് ലെഫ്റ്റ് സൈഡിൽ വരുന്നത് നമ്മുടെ വൈപ്പേഴ്സിൻ്റെ കൺട്രോളാണ്. ഇതൊരു ZXi വേരിയൻ്റ് ആയതുകൊണ്ട് റിയർ വൈപ്പറിൻ്റെ വരുന്നില്ല. എന്നാൽ ZXi പ്ലസ് ആയിരുന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് റിയർ വൈപ്പറും കൂടെ അഡീഷണൽ ആയിട്ടുള്ള നോബ്സ് കണ്ടേനെ. ഈ സൈഡിലെ AC വെൻ്റ് എനിക്ക് അത്രയും ഓക്കെ ആയിട്ട് തോന്നിയിട്ടില്ല, ഒരു ജസ്റ്റ് എന്നേ പറയാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ ആരെങ്കിലും വാഗണാർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ AC വെൻ്റിനെ കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് കൂടെ ഇട്ടേക്കുക. അപ്പോൾ എനിക്ക് കൂടെ മനസ്സിലാവും, എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും അത് തോന്നിയിട്ടുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ നമുക്കൊരു ഡേ നൈറ്റ് അഡ്ജസ്റ്റിംഗ് റിയർ വ്യൂ മിററാണ് നമുക്കിവിടെ കിട്ടുന്നത്. അത് മാനുവലാണ്. അതുപോലെ തന്നെ മേളിലൊരു റൂഫ് ലാമ്പ് നമുക്ക് കാണാൻ സാധിക്കും. ഹാലജൻ തന്നെയാണ് വരുന്നത്, അതൊക്കെ മാറ്റാനുള്ള സമയം കഴിഞ്ഞിട്ട് ഇപ്പോഴും മാറ്റിയിട്ടില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റീരിയോയുടെ മൈക്ക് ഇവിടെ മേളിൽ വരുന്നുണ്ട്. ഇതെല്ലാം അഡീഷണൽ ഫിറ്റ്മെൻ്റ് ആണ്. അതായത് ZXi പ്ലസിന് വരുന്ന മോഡൽ നമ്മൾ ഈ ഒരു വാഹനത്തിലോട്ട് ആഡ് ചെയ്തിരിക്കുകയാണ്. അതെല്ലാം കിടുവല്ലേ. അതുപോലെ തന്നെ നമുക്കൊരു സൺഷെയ്ഡ് കാണാൻ സാധിക്കും. ഒന്നും തന്നെ ഇവിടെ ഇല്ല. ലെഫ്റ്റ് സൈഡിലെ സൺഷെയ്ഡിനകത്ത് നമുക്കൊരു ഗ്ലാസും കാണാൻ സാധിക്കും. ഇനി ഞാൻ ഡ്രൈവർ സൈഡിലോട്ട് ഇരുന്നിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. വാഗണാറിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് പറഞ്ഞുതരാം. ഈ വാഹനം ഏതെങ്കിലും രീതിക്ക് ടയർ പഞ്ചർ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജാക്ക് തപ്പി, അതായത് ജാക്കി തപ്പി ഡിക്കിയെ നോക്കിക്കഴിഞ്ഞാൽ കാണത്തില്ല. കാരണം ഈ വാഹനത്തിൽ ജാക്കി വെച്ചിരിക്കുന്നത് ദേണ്ട ഡ്രൈവർ സൈഡിൻ്റെ തൊട്ട് താഴെയാണ്. ഇവിടെ നിന്നാണ് നമ്മൾ ഈ ജാക്ക് ഊരിയെടുക്കേണ്ടത്. തിരിച്ച് ഫിറ്റ് ചെയ്യേണ്ടത് ഇവിടെ തന്നെയാണ്, കാരണം ഇതിൻ്റെ പൊസിഷൻ ഇവിടെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം മറക്കരുത്. ആരെങ്കിലും ഒരു സംശയമോ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണം. ഡ്രൈവർ സീറ്റിൻ്റെ താഴെയാണ് അത് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡ്രൈവർ സീറ്റിലൊന്ന് ഇരുന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഏതായാലും എൻ്റെ ഒരു പൊസിഷനിലാണ് ഇതിരിക്കുന്നത്. ഇനി നമ്മൾ ആദ്യം നോക്കുന്നൊരു കാര്യമാണ് ഗ്ലോ ബോക്സ്. എനിക്കറിയാം തട്ടില്ല, കാരണം ഒരുപാട് വർഷമായിട്ട് മാരുതി ഓടി നടന്നൊരു വ്യക്തി ആയതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. ഏതായാലും ഗ്ലോ ബോക്സ് ഓക്കെ, അതായത് വലിയ അഡ്വാൻസ്ഡോ അങ്ങനെ ഇങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. നമ്മുടെ വെന്റിലേറ്റഡ് ടൈപ്പ് അങ്ങനെ ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു നോർമൽ ടൈപ്പ് അത്യാവശ്യം സാധനങ്ങളൊക്കെ കൊള്ളുന്ന ഒരു സൈസാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതുപോലെ തന്നെ AC വെൻ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഡോർ പാഡുകളിൽ വേറെ ഒരു രീതിക്കുള്ള ലെതറോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല, അന്നുമില്ല ഇന്നുമില്ല. അതുകൊണ്ട് ശല്യവുമില്ല. എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ പേഴ്സണലായിട്ട് എൻ്റെ ഒരു കാര്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇവിടെ ഇരിക്കാൻ കംഫർട്ടബിൾ ആണ്. നമുക്ക് ഇടയ്ക്ക് മോഹമൊക്കെ ഒന്ന് നോക്കി ഓക്കെ അടിപൊളിയാണ് എന്ന് പറയാൻ സാധിക്കും.
ഇത്രയും കാര്യങ്ങളാണ്. കാരണം വലിയ കാര്യങ്ങളായിട്ടൊന്നും ഇതിനകത്ത് വരുന്നില്ല. പിന്നെ ഇവിടെ ഇപ്പം ടച്ച് സ്ക്രീൻ ആഡ് ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പാട്ട് മാറ്റാനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കും. അല്ലെങ്കിൽ ZXi പ്ലസിനൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ സാധാരണ മാനുവൽ ആയിട്ടുള്ള സ്വിച്ചസ് വരുന്ന ടൈപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഓഡിയോ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റിയറിംഗ് വീലിൽ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് സൈഡിലോട്ടൊന്ന് ഇരുന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ ബാക്കിലത്തെ പാസഞ്ചർ സൈഡിൽ ഇരിക്കുകയാണെങ്കിലുള്ളൊരു അവസ്ഥ എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. നല്ല രീതിക്ക് ലെഗ് റൂം കിട്ടുന്നുണ്ട്. കാരണം ഫ്രണ്ടിലത്തെ സീറ്റ് എൻ്റെ ഒരു രീതിക്ക്, അതായത് ഒത്തിരി ഫ്രണ്ടിലോട്ട് ഇറക്കിയല്ല എന്നാൽ ഒത്തിരി ബാക്കിലോട്ടും ഇറക്കിയല്ല, ആ രീതിക്കാണ് നമ്മളിവിടെ ഇട്ടിരിക്കുന്നത്. ഏതായാലും സംഗതി അടിപൊളിയാണ്. ബാക്കി ഇരിക്കാനുള്ളൊരു ഫീല് നോക്കുകയാണെങ്കിൽ തൈ സപ്പോർട്ട് ഒട്ടും തന്നെ ഓക്കെ അല്ല, ഒരു ജസ്റ്റ് ആവറേജ് എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ലെഗ് റൂം നല്ല രീതിക്കുണ്ട്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. 3 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം എൻ്റെ സൈസാണെങ്കിൽ. എന്നെ കഴിഞ്ഞ് കുറച്ചുകൂടെ വണ്ണമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ 2 പേർക്ക് മാത്രം ഇരിക്കാൻ സാധിക്കത്തുള്ളൂ. 3 പേർക്ക് ഓക്കെ അല്ല. ആംറസ്റ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല. സെൻറ്റർ സീറ്റ് കംഫർട്ടബിൾ ആണ്. കാരണം ആംറസ്റ്റ് വരുന്നില്ലാത്തതുകൊണ്ട് സെൻറ്റർ സീറ്റ് കംഫർട്ടബിൾ ആണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു 60-40 ഫ്ലിറ്റ് സീറ്റാണ്. ഞാനിപ്പോൾ ഇരിക്കുന്ന ഒരു 60-ലും ഇതൊരു 40 ആണ്. ഇത് ഫോൾഡ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. കാരണം പണ്ടത്തെ ഒരു മാരുതിയുടെയൊക്കെ ഒരു രീതി നോക്കാനാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പിടിച്ച് വലിക്കുന്ന ഒരു നോബായിരുന്നു വരുന്നത്. ഇവിടെ പക്ഷേ അതേ സ്ഥാനത്ത് നമുക്ക് ഈ ടൈപ്പ് ഒരു നോബാണ് നമുക്ക് കിട്ടുന്നത്. അതായത് ഇത് കണ്ടോ, ഇങ്ങനെ പ്രസ് ചെയ്ത് തിരിക്കാൻ പറ്റുന്ന ടൈപ്പാണ്. അതുകൊണ്ട് അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് എന്ന് തന്നെ ഞാൻ പറയും. ഏതായാലും ഈ സീറ്റ് കവറിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജും കൂടെ പറയും. ഇതിന് ബാക്ക് പോക്കറ്റ്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല. കമ്പനി വരുന്ന സീറ്റിനും ഇല്ലായിരുന്നു, ഇതിനും ബാക്ക് പോക്കറ്റ്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഇത്രയും പൈസ മുടക്കി മേടിച്ച ഒരു സീറ്റ് കവറിന് ബാക്ക് പോക്കറ്റ്സ് ഒന്നും ഇല്ലെങ്കിൽ കുറച്ച് മോശമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പേഴ്സണൽ സജഷനാണ്. പിന്നെ നമ്മുടെ സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റോ കാര്യങ്ങളൊന്നും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഇവിടെ വരുന്നില്ല. ബാക്കിൽ ലൈറ്റോ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഫ്രണ്ടിൽ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പഴയ മോഡൽ വാഗണാറൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയാം. ഇവിടെയും കൂടെ നമുക്കൊരു ക്യാബിൻ ലൈറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇവിടെ അത് ഇല്ല. അതൊരു മോശമായിപ്പോയി. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ബൂട്ടിലും ലൈറ്റ് വരുന്നില്ല. അവിടെയും കൂടെ ഒരു ലൈറ്റ് കൊടുക്കാമായിരുന്നു എന്ന് എൻ്റെ ഒരു പേഴ്സണൽ സജഷനാണ് ഞാൻ പറഞ്ഞത്. പണ്ട് ഞാനൊരു വാഗണറിൽ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഡീഷണൽ ഫിറ്റ്മെൻ്റ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് ബാക്കിലിരിക്കുമ്പോൾ പറയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഡോർ പോക്കറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു 1 ലിറ്ററിൻ്റെ ബോട്ടിൽ കഷ്ടിയിരിക്കുന്ന ഒരു ഡോർ പോക്കറ്റാണ് നമുക്ക് കിട്ടുന്നത്. ബാക്കിലും നോർമൽ ഡോർ പാഡുകളാണ് വരുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഹൃദയഭാഗം ഒന്ന് കണ്ടാലോ. അങ്ങനെ നമ്മുടെ വാഗണാറിൻ്റെ ഹൃദയഭാഗം നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം. യെസ്, നമുക്കിവിടെ കിട്ടുന്ന ഒരു 4 സിലിണ്ടർ വാഹനമാണ്. 1, 2, 3, 4 അങ്ങനെ 4 ഇഗ്നൈറ്റേഴ്സാണ് നമുക്കിവിടെ കിട്ടുന്നത്. 4 ഇഗ്നൈറ്റർ, 4 സിലിണ്ടർ, 4 സിലിണ്ടർ വാഹനമാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ 2 എഞ്ചിൻ ഓപ്ഷനിൽ ഈ ഒരു വാഹനം നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു 1.2 ലിറ്റർ, അതായത് 1.2 ലിറ്റർ 4 സിലിണ്ടർ നമ്മൾ ഈ കാണുന്നത്. പിന്നെ ഒരു 1 ലിറ്റർ 3 സിലിണ്ടർ വാഹനവും നമുക്ക് കിട്ടുന്നുണ്ട്. ഏത് വാഹനമാണ് നമ്മൾ എടുക്കേണ്ടത്? ഒരു 4 സിലിണ്ടർ എടുക്കണോ 3 സിലിണ്ടർ എടുക്കണോ? അതായത് ഒരു 1 ലിറ്റർ എഞ്ചിൻ എടുക്കണോ 1.2 ലിറ്റർ എടുക്കണോ? ഇങ്ങനൊരു സംശയം ഒരുപാട് പേർക്കുണ്ട്. കാരണം വലിയ റേറ്റ് വ്യത്യാസം വരുന്നില്ല. ഏകദേശം ഒരു 40,000 രൂപ സംതിങ്ങിൻ്റെ, 40 ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല, ആ ഒരു റേഞ്ച് എങ്ങാണ്ട് വ്യത്യാസം വരുന്നുള്ളൂ. അപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ലിറ്ററും 1.2 ലിറ്ററും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്കും ഫ്യൂവൽ എഫിഷ്യൻസിയുടെ മാറ്റമുണ്ട്. 1.2 ലിറ്റർ വരുന്ന സമയത്ത് ഏകദേശം ഒരു 23.5 കിലോമീറ്റർ പെർ ലിറ്ററാണ് മൈലേജ് നമുക്ക് കിട്ടുന്നുള്ളൂ. എന്നാൽ 1 ലിറ്റർ വരുന്ന സമയത്ത് 24.35 കിലോമീറ്റർ പെർ ലിറ്ററാണ് മൈലേജ് കിട്ടുന്നുണ്ട് 1 ലിറ്റർ ഫ്യൂവലിൽ. പക്ഷേ മൈലേജ് മാത്രമല്ല അവിടെ ഒരു പ്രശ്നം. നിങ്ങളൊരു 1 ലിറ്റർ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ പേഴ്സണലായിട്ട് സജസ്റ്റ് ചെയ്യുന്നൊരു കാര്യം, സിറ്റി ഡ്രൈവും കാര്യങ്ങളൊക്കെ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 1 ലിറ്റർ എടുക്കുന്നത് നല്ലതാണ്. എന്നാൽ അത്യാവശ്യം നല്ല ഡ്രൈവ് ഉള്ളൊരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ എപ്പോഴും 1.2 ലിറ്റർ തന്നെ എടുക്കുക. മൈലേജിന് ഒരു രീതിക്കും കുറവ് വരത്തില്ല. വൈബ്രേഷൻസും വളരെ കുറവായിരിക്കും. അതായത് എൻജിൻ ബാലൻസിങ് വളരെ കൃത്യമായിട്ട് നടക്കും. ഇവിടെ ഈവൻ നമ്പർ ഓഫ് സിലിണ്ടേഴ്സാണ് വരുന്നത്. അതായത് 1, 2, 3, 4 4 സിലിണ്ടർ വരുന്നുണ്ട്. 4 സിലിണ്ടർ എന്ന് പറയുമ്പോൾ ഫയറിംഗ് ഓർഡർ എന്ന് പറയുമ്പോൾ കൃത്യം ബാലൻസ് ചെയ്താണ് ആ ഫയറിംഗ് ഓർഡർ വരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് തന്നെ ഈ വാഹനം സ്റ്റാർട്ട് ചെയ്ത് നിർത്തിക്കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നിർത്താം, നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇപ്പോൾ ഈ വാഹനം സ്റ്റാർട്ട് ചെയ്താണ് ഞാൻ നിർത്തിയേക്കുന്നത്. പക്ഷേ ഒരു രീതിക്കും നമുക്കിവിടെ ഒരു വൈബ്രേഷൻ അറിയാനില്ല. അതായത് ഈ വാഹനം സ്റ്റാർട്ടായി നിൽക്കുന്നുള്ള ഈ വയറൊക്കെ ചെറിയ രീതിക്കൊന്ന് വൈബ്രേറ്റ് ചെയ്യുന്നു എന്നല്ലാതെ വേറെ ഒരു രീതിക്കും ഇതിൻ്റെ എൻജിൻ വൈബ്രേഷൻസ് നമുക്ക് കിട്ടുന്നില്ല. അതേ സ്ഥാനത്ത് ഒരു 3 സിലിണ്ടർ വാഹനമാണെങ്കിൽ നല്ല രീതിക്ക് വൈബ്രേഷൻ കിട്ടുന്നുണ്ട്. അത് ആ വാഹനത്തിനെ കുറ്റം പറയാനൊന്നും സാധിക്കത്തില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ രീതി അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ എല്ലാം 3 സിലിണ്ടറിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടാനും കമ്പനിക്ക് ലാഭം കിട്ടാനും. അതുകൂടെ ഞാൻ എടുത്ത് പറയാം. കാരണം ഒരു സിലിണ്ടർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രത്തോളം അവിടെ ലാഭം കിട്ടുന്നു നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. ഒരുപാട് മൂവിങ് പാർട്സും
നോൺ മൂവിങ് പാർട്സും നമുക്ക് അവിടെ കുറയ്ക്കാൻ സാധിക്കും. അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഈ പറയുന്ന പോലെ ഒരു 3 സിലിണ്ടറിലോട്ട് കൊണ്ടുവരാനുള്ള പ്രധാന കാര്യം. അതുപോലെ തന്നെ 2 ഫ്യൂവൽ ഓപ്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഈ ഒരു വാഹനം നിലവിൽ പെട്രോൾ വേരിയൻറ്റ് മാത്രം 1.2 ലിറ്റർ പെട്രോൾ വേരിയൻറ്റ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. എന്നാൽ 1 ലിറ്ററിൽ നിങ്ങൾക്ക് 2 ഫ്യൂൽ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്ന് പെട്രോളിൻ്റെ ഓപ്ഷനുണ്ട്, ഒന്ന് CNG ഓപ്ഷനുണ്ട്. CNG എന്ന് പറയുമ്പോൾ കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. അതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈലേജിൻ്റെ കാര്യത്തിൽ അടിപൊളിയാണ്. അതായത് 30 തൊട്ട് 32 കിലോമീറ്റർ വരെ ഫ്യൂവൽ എഫിഷ്യൻസി നമുക്ക് 1 കിലോ CNGയിൽ നിന്ന് കിട്ടുന്നുണ്ട്. പക്ഷേ CNG വാഹനം നിങ്ങൾ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ വാഹനത്തിന് ഓട്ടം ഉണ്ടെങ്കിൽ ഒരു വർഷം ശരാശരി ഒരു 14 തൊട്ട് 20,000 കിലോമീറ്റർ വരെ ഡ്രൈവ് ഉള്ള വ്യക്തികളാണെങ്കിൽ മാത്രം നിങ്ങൾ ആ ഒരു വാഹനം എടുക്കാവുള്ളൂ. എന്തുകൊണ്ടാണെന്നുള്ളതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് വീഡിയോ വരുന്നുണ്ട്. കാരണം CNG അഡീഷണൽ ആയിട്ടുള്ള ഫിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ CNG വാഹനത്തിൻ്റെ ഗുണദോഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ഉറപ്പായിട്ടും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടുള്ളൂ. കാരണം പുതിയ വീഡിയോസ് വരുമ്പോൾ അപ്ഡേഷൻസ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു എഞ്ചിൻ കാണുമ്പോഴത്തേക്കും അവിടെ ഇവിടെയൊക്കെ ചെറിയ വയേഴ്സൊക്കെ അഡീഷണൽ ആയിട്ട് വന്നിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫോഗ് ലാമ്പിൻ്റെ അഡീഷണൽ വയറിംഗ് ആണ്. അതിൻ്റെ റിലേ യൂണിറ്റൊക്കെ അവിടെ വരുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. കമ്പനി വയറിങ്സും അഡീഷണൽ വയറിങ്സും വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം ആസിറ്റീസ് നമുക്ക് ഈ വാഹനം ഒന്ന് കയറിയിരുന്ന് അല്ലെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് പണിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് ആക്സസിബിൾ ആണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും. അതിൻ്റെ ഫ്യൂസ് കേസ് ആണെങ്കിലും ECM ആണെങ്കിലും എല്ലാം നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ളൊരു പോയിന്റിൽ തന്നെയാണ് കിട്ടുന്നത്. നമുക്ക് ഇവിടെ കിട്ടുന്നത് ഒരു മാനുവൽ ട്രാൻസ്മിഷനാണ്. അതുപോലെ തന്നെ ഈ ഒരു മോഡൽസിന് നമുക്ക് AMT അഥവാ ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ ഓട്ടോമാറ്റിക് വാഹനം വാങ്ങാൻ കിട്ടും. ആ ഒരു ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ ഒരു 50,000 രൂപയുടെ ഡിഫറൻസ് നമുക്കിവിടെ വരുന്നുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ AMT അഥവാ ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ഓട്ടോമാറ്റിക് വാങ്ങാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 50,000 രൂപയും കൂടി അഡീഷണൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു AMT വാങ്ങാൻ സാധിക്കുന്നതാണ്. 1.2 ലിറ്റർ വാഹനത്തിന് 89.7 PS പവർ 113 Nm ടോർക്കുമാണ് കിട്ടുന്നത്. 1 ലിറ്റർ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ 67 PS പവറും 89 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് 1 ലിറ്റർ വാഹനത്തിൽ കിട്ടുന്നത്. അതുപോലെ തന്നെ മാരുതി സുസുക്കിയുടെ കീ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ഒരുപാട് വർഷങ്ങളായിട്ട് അവർ ഫോളോ ചെയ്ത് വരുന്ന ഒരു സെയിം പാറ്റേൺ കീ തന്നെയാണ്. ഒരു ലോക്ക് അൺലോക്ക്, വലിയ കൺഫ്യൂഷൻ്റെ കാര്യമൊന്നുമില്ല. ലോക്ക് ചെയ്താൽ ലോക്കാകും, അൺലോക്ക് ചെയ്താൽ അൺലോക്കാകും. അതുപോലെ തന്നെ ഈ 2 ബട്ടണും കൂടെ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് വരുന്നതായിരിക്കത്തില്ല. സംഗതി കിടുമല്ലേ? ഇവിടെ ഒന്നും നമുക്ക് 2 ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് പിടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഗ്ലാസ് താഴെ നോക്കാം, ഒരു കാര്യമില്ല, നടക്കത്തില്ല. സൈറൻ അടിച്ചിട്ടുണ്ട്. എന്തിനാണ് സൈറൻ അടിച്ചെന്ന് പറഞ്ഞാൽ ഈ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മുടെ വാഹനം എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് പാർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് എവിടെയാണ് വാഹനം പാർക്ക് ചെയ്യുന്നത് അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 2 ബട്ടൺ കൂടെ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ സൈറനും അടിക്കുന്നതായിരിക്കും. ഇനി സൈറൻ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹസാർഡ് ബ്ലിങ്ക് ചെയ്യുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം, നോക്കിക്കോണം. ഞാൻ പ്രസ് ചെയ്ത് പിടിച്ചു. യെസ്, ഇങ്ങനെ സംഭവിക്കുന്നതാണ്. ഓക്കെ, അപ്പം നമുക്കേതായാലും വാഹനം കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. നമുക്കൊരു ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഏതായാലും വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് അല്പം ഫ്രണ്ടിലോട്ട് പോയി. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാനൊന്ന് ന്യൂട്രലാക്കി കഴിഞ്ഞപ്പോഴേക്കും ഓട്ടോ ഓഫ് ആയിട്ടുണ്ട്. അതെ, ഇത് കണ്ടോ, ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ ഇവിടെ വർക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ വാഹനം ഓഫായി. ഇനി എപ്പോൾ ഇത് ഓൺ ആകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്ലച്ച് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, അതായത് ഞാനിപ്പോൾ ക്ലച്ച് അപ്ലൈ ചെയ്തിട്ടില്ല, ബ്രേക്ക് മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ ക്ലച്ച് അപ്ലൈ ചെയ്യുമ്പോൾ ഈ വാഹനം സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ, അത്രേ ഉള്ളൂ. ഇത് എന്തുകൊണ്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്യൂവൽ എഫിഷ്യൻസിയെ ബേസ് ചെയ്ത് മാത്രമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ട്രാഫിക് സിഗ്നലിൽ നമ്മൾ വാഹനം ഓഫ് ചെയ്തിട്ടുന്ന സമയത്ത് അത്രയും കൂടി നമുക്ക് കിട്ടുന്ന ഒരു ലാഭമാണ്. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. പിന്നെ 4 സിലിണ്ടറിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫസ്റ്റ് ഗിയറിലൊക്കെ ഇട്ട് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു വൈബ്രേഷൻ അഥവാ ജെർക്കിങ് ഒരു 4 സിലിണ്ടർ വാഹനത്തിൽ ഒരു കാരണവശാലും ഉണ്ടാകത്തില്ല. വളരെ സ്മൂത്ത് ആയിരിക്കും. അത് പ്രത്യേകിച്ച് ഒരു ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിലൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാകും. ഒരു നോർമൽ 1 ലിറ്റർ വാഹനത്തിന് ഏത് വാഹനമായിക്കോട്ടെ ഒരു ചെറിയൊരു ജെർക്കിങ് നമുക്ക് ഫീൽ ചെയ്യും. അതിപ്പോൾ ഒരു ടെർബോ വരുന്ന വാഹനമാണെങ്കിൽ പോലും ചെറിയ രീതിക്ക് ആ ഒരു വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ്. അതേ സ്ഥാനത്ത് അത് ഒരിക്കലും ഒരു 1.2 ലിറ്റർ അഥവാ ഒരു 4 സിലിണ്ടർ വാഹനത്തിൽ ഒരു കാരണവശാലും ആ ഒരു ബാലൻസിങ്ങിൻ്റെ പ്രശ്നം നമുക്ക് ഉണ്ടാകുന്നതായിരിക്കത്തില്ല. ഇത് ഞാനിപ്പോൾ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അതിലൊരു തീരുമാനം വരുത്തണ്ട. നിങ്ങൾക്ക് തന്നെ ഇത് ഈ ടൈപ്പ് വാഹനം ഓടിച്ച് നോക്കിയിട്ട്, അതായത് നിങ്ങൾ ഈ ഒരു വാഹനം എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക. ഒരു 1 ലിറ്റർ 1.2 ലിറ്റർ എടുത്ത് നോക്കുക. ഞാൻ ഈ പറഞ്ഞ കാര്യം അന്നേരം മനസ്സിൽ വെച്ചുകൊണ്ട് ഒരു കയറ്റമൊക്കെ കയറുന്ന സമയത്ത് ജസ്റ്റ് ഫസ്റ്റ് ഗിയറിട്ട് ബ്രേക്ക് അപ്ലൈ ചെയ്ത് ബ്രേക്കിൻ്റെ കാലെടുത്ത് ഫസ്റ്റ് ഇട്ടൊന്ന് എടുത്ത് നോക്കുക. വളരെ കൃത്യമായിട്ട് ഞാൻ ഈ പറഞ്ഞൊരു കാര്യം മനസ്സിലാകുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മോശപ്പെട്ട വഴിയും കൂടെ ഒന്ന് ഓടിച്ച് നോക്കുക. ഏതായാലും വാഗണാറിൻ്റെ കാര്യത്തിൽ എനിക്ക് ഒട്ടും ഡൗട്ടില്ല. കാരണം ഒരുപാട്
വാഗണാർസ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഇതെനിക്ക് വളരെ കൃത്യമായിട്ട് പറയാം. സസ്പെൻഷൻ സൈഡ് ഒരു നല്ല ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതായത് വലിയ സ്റ്റിഫർ സൈഡ് അല്ല, എന്നാൽ അത്രയും സോഫ്റ്റും അല്ല, ഒരു ആവറേജ് ടൈപ്പ് തന്നെയാണ്. ആവറേജ് അല്ല, ഒരു അബോവ് ആവറേജ് എന്ന് തന്നെ പറയാൻ സാധിക്കും. നല്ലൊരു കംഫോർട്ടും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് ഈ ഒരു സസ്പെൻഷനിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഒരു ഫാമിലി ബേസ്ഡ്, ഇതൊരു ശരിക്കും ഒരു ടോൾ ബോയ് ഡിസൈനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇരിക്കുന്നത് കൃത്യം ഒരു അപ്രൈറ്റ് പൊസിഷനിലാണ്. അത് മാത്രമല്ല, പ്രായമുള്ളവർക്കൊക്കെ കയറാനും ഇറങ്ങാനും ഒരുപാട് സൗകര്യമുള്ളൊരു വാഹനം തന്നെയാണ് വാഗണാർ. കാരണം ബാക്കി ചെറിയ ചെറിയ വാഹനങ്ങളൊക്കെ നമ്മൾ നോക്കി അറിയാം, നമുക്ക് കയറാനും ഇറങ്ങാനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിലാണെങ്കിലും ഈ ഒരു വാഹനം എപ്പോഴും ആപ്റ്റ് ആയിരിക്കും എന്ന് ഞാൻ സജസ്റ്റ് ചെയ്യും. നിങ്ങളുടെ കമൻസും കൂടെ രേഖപ്പെടുത്തുക. അതായത് വാഗണാർ യൂസ് ചെയ്യുന്ന ഒരുപാട് പേര് കാണും. അപ്പോൾ നിങ്ങളുടെ ഒരു സജഷനും കൂടെ കിട്ടുകയാണെങ്കിൽ നമുക്ക് കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് കൂടെ കൊടുക്കുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഉപകാരമായിക്കോളും. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ, പ്രോബ്ലം നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് കൊടുക്കുക, ബാക്കിയുള്ളവർക്കും മനസ്സിലാകുന്നതായിരിക്കും. ഏതായാലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ജസ്റ്റ് കമൻസിലോട്ടൊന്ന് ഇട്ടേക്ക്. ഞാൻ വരുന്ന വീഡിയോയിൽ അതെല്ലാം ഒന്ന് ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഒരു വാഹനം എടുക്കാം. കാരണം ഞാൻ അത്ര അഷ്വറൻസ് തരുന്നത് വേറൊന്നും കൊണ്ടല്ല, ഈ വാഹനത്തിനെക്കുറിച്ച് എനിക്ക് വളരെ കൃത്യമായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ട് തന്നെയാണ്.